ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. ഡിസംബർ 2025 ഡിസംബർ 20 നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. 172/2025 ക്വസ്റ്റ്യൻ കോഡ്. 2 ആൻസേഴ്സ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് പെട്ടെന്നൊന്ന് നോക്കിയാലോ. ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ ജസ്റ്റ് വായിച്ചു പോവുകയാണ്. റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഫൈനൽ ആൻസർ കീ എന്താണെന്ന് ജസ്റ്റ് നോക്കി അങ്ങ് പോകാം. ചോദ്യം 1. ചുവടെ തന്നിരിക്കുന്ന സംഭാവനകളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് 2, 1, 3. ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ചോദ്യം 2. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി, കുളച്ചൽ യുദ്ധം. ചോദ്യം 3. പോളാവരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ, ഗോദാവരി. 4. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി. ഒന്നാമത്തെയും രണ്ടാമത്തെയും മാത്രം. അതായത് ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷാരം അൽ ഷെയ്ഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. ചോദ്യം 5. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം മാത്രമാണ്. ഹിതകാർണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ചോദ്യം 6. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഓപ്ഷൻ ഡി, രണ്ടാമത്തേത് മാത്രം. എന്താണ്? ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ചോദ്യം 7. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഓപ്ഷൻ എ, വാവുവേലി. ചോദ്യം 8. ഉപദ്വീപ് പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? എ, ആനമുടി. ചോദ്യം 9. ഖദർ ഏത് മണ്ണിൻ്റെ വകഭേദമാണ്? ഓപ്ഷൻ ബി, എക്കൽ മണ്ണ്. ചോദ്യം 10. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ എ, ഹൈഗ്രോമീറ്റർ. 11. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വതമുകളിലേക്ക് വീശുന്ന കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, പർവ്വതക്കാറ്റ്. ചോദ്യം 12. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്? ഓപ്ഷൻ എ, ഇ സന്തോഷ് കുമാർ. ചോദ്യം 13. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് 1, 3 ശരി. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. ചോദ്യം 14. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്? ഓപ്ഷൻ ബി, 1970 പകുതി മുതൽ 1980 പകുതി വരെ. ചോദ്യം 15. താഴെ തന്നിരിക്കുന്നവയിൽ പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, 2, 3 ശരി. ഗാട്ടിന്റെ പിൻഗാമി ആയിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ചോദ്യം 16. ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം? ഓപ്ഷൻ ഡി, ഇതെല്ലാമാണ്. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. ചോദ്യം 17. നീതി ആയോഗിനെ കുറിച്ച് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ചോദ്യം 18. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 പ്രമേയം എന്താണെന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ചോദ്യം 19. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഓപ്ഷൻ ബി, 2002. ചോദ്യം 20. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ, അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും. ചോദ്യം 21. ഒരു ബിൽ പണബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ സി, ലോക്സഭാ സ്പീക്കർ. ചോദ്യം 22. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ഓപ്ഷൻ സി, 20 വർഷം. ചോദ്യം 23. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഏതാണ്? ഓപ്ഷൻ ബി, മൾബറി വെർസസ് മാഡിസൺ കേസ് 1803. മൾബറി വെർസസ് മാഡിസൺ കേസ് 1803. ചോദ്യം 24. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ഭാഗം ഏത്? ഓപ്ഷൻ ഡി, 1ഉം 4ഉം. എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6ൽ ആണ് ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റ് എന്ന പാഠം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ്. ചോദ്യം 25. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം? ഓപ്ഷൻ ബി, അനുച്ഛേദം 26. ചോദ്യം 26. പ്രൊറോഗേഷൻ എന്നത്? ഓപ്ഷൻ സി, ഒരു സെഷൻ അവസാനിക്കുന്നു. ചോദ്യം 27. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിന്റെ നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി, രാജ്കുമാർ റാവു. ചോദ്യം 28. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ഓപ്ഷൻ ബി, 1 ലക്ഷം. ചോദ്യം 29. കേരളത്തിലെ MC ജോസഫൈന് തൊട്ടു മുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്ന വ്യക്തി? ഓപ്ഷൻ ഡി, ശ്രീമതി KC റോസക്കുട്ടി.
ചോദ്യം 30 താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി സുഹൃതം. ചോദ്യം 31 പി സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്തത്? ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റ്. ചോദ്യം 32 ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ഓപ്ഷൻ ഡി ക്ലോറോഫ്ലോറോ കാർബൺ. ചോദ്യം 33 താഴെ പറയുന്നവയിൽ പൂർണ്ണമായ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ബി മലേറിയയാണ്. ബി മലേറിയ. 34 മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഓപ്ഷൻ എ കരൾ. ചോദ്യം 35 സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം? ഓപ്ഷൻ എ ജീവകം ഡി. ചോദ്യം 36 പിങ്ക് റിബൺ എന്ന രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ഓപ്ഷൻ ബി സ്ഥാനാർബുദം. ചോദ്യം 37 കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. ചോദ്യം 38 പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. സിറിഞ്ചിന്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിന്റെ കസേരയിൽ. ചോദ്യം 39 ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്. 1, 2. ചോദ്യം 40 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി? ഓപ്ഷൻ എ 4000 ജൂൾ. ചോദ്യം 41 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരി. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ചോദ്യം 42 താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകൾ എന്തിനെയാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജ്ജമുണ്ടായിരിക്കുക? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 4 ആണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അല്ലാത്തതുകൊണ്ടാണ് ആൻസർ മാത്രം വായിച്ചു പോകുന്നത്. ഡീറ്റെയിൽ ഡിസ്കഷനുമായിട്ട് ഉടനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ചോദ്യം 43 താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അയോണീകരണ ഊർജ്ജത്തിന്റെ ആരോഹണക്രമം. ചോദ്യം 44 ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? എ ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. ചോദ്യം 45 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻ സി ജോൺ എം മാർട്ടിനസ്. ചോദ്യം 46 താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തവുമായി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി കേഗ. ചോദ്യം 47 മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര്? ഓപ്ഷൻ എ വിഗതകുമാരൻ. ചോദ്യം 48 മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ഇഷൽ. ചോദ്യം 49 ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ഓപ്ഷൻ ബി സുനിൽ ഗവാസ്കർ. ചോദ്യം 50 തക്ബുർനി എന്ന സമകാല നോവൽ രചിച്ചതാര്? ഓപ്ഷൻ ബി വന്ദന. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. കറക്റ്റ് ഓപ്ഷൻ വായിച്ചു പോകാം, നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. 51 ഓപ്ഷൻ ബി 4, 52 ഓപ്ഷൻ സി, 53 ഓപ്ഷൻ ഡി 10, 54 ഓപ്ഷൻ എ 36, 55 ഓപ്ഷൻ ഡി 2√3, 56 ഓപ്ഷൻ സി 479, 57 ഓപ്ഷൻ ഡി ഫ്ലവർ, 58 ഓപ്ഷൻ ബി ഡ്രൈവിംഗ്, 59 ഓപ്ഷൻ സി 150 ഡിഗ്രി, 60 ഓപ്ഷൻ ഡി ഇൻഡിസ്പെൻസിബിൾ, 61 ഓപ്ഷൻ സി 3 ഓൺലി. പ്രോജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 3 മാത്രമാണ് ശരി. ഏതാണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ചോദ്യം 62 ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നതിന് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ഓപ്ഷൻ ഡി വന്യജീവി സംരക്ഷണ നിയമം. ചോദ്യം 63 ഡിലീറ്റഡ് ആണ്. ചോദ്യം 64 ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? എ നീലഗിരിയാണ്. ചോദ്യം 65 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണം ഫോറസ്റ്റ് കവറുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. ചോദ്യം 66 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന്റെ സൂചകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 1, 2, 3. സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ചോദ്യം 67 കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2ഉം 3ഉമാണ്. ചോലനായ്ക്കർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിന്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്നു. ചോദ്യം 68 ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ഓപ്ഷൻ ബി ട്രാഫിക്. ചോദ്യം 69 IUCN വർഗീകരണത്തിനനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? ഓപ്ഷൻ എ 1 ഓൺലിയാണ്. മലബാർ വരുക. ചോദ്യം 70 കമ്മ്യൂണിറ്റി റിസർവിനെ സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. 1, 2, 3 ശരി. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരി. കടലുണ്ടി വള്ളികുന്നാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ടി വള്ളികുന്ന് റിസർവിന്റെ വിസ്തീർണം 1.5 ചതുരശ്ര മീറ്ററാണ്. ചോദ്യം 71 താഴെ കൊടുത്തിരിക്കുന്നവയെ ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ശരി കേട്ടോ. ഓപ്ഷൻ ബി ജാനുവരി 5 ദേശീയ പക്ഷിദിനം, ഏപ്രിൽ 22 ഭൗമദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം, മെയ് 22
അന്താരാഷ്ട്ര ജൈവ വൈദ്യുത ദിനം. ഓപ്ഷൻ ബി ആണ് ബി. 72 താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരി. ഇന്ത്യൻ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972, കേരള വന നിയമം 1961, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ എ ആണ് 72. 73 ഓപ്ഷൻ ബി കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ഓപ്ഷൻ ബി കോന്നി. ചോദ്യം 74 ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓപ്ഷൻ സി അന്താരാഷ്ട്ര വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. ചോദ്യം 75 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. UNEPയുടെ ആസ്ഥാനമനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2021 മുതൽ 2030 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നു. 1972 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. അപ്പം 75 ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ്. ചോദ്യം 76 താഴെ പറയുന്നവയിൽ പ്രോജക്റ്റ് എലിഫന്റ് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി കാട്ടാനകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും ഇടനാഴികളെയും സംരക്ഷിക്കുക, മനുഷ്യ വന്യമൃഗ സംരക്ഷണം, സംഘർഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക. ചോദ്യം 76 റെഡ് ലേറ്റ ബുക്ക് കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നതിന് ഏതുതരം ജീവികളെ സൂചിപ്പിക്കാനാണ്? ഓപ്ഷൻ എ വംശനാശം സംഭവിച്ചവർ. ചോദ്യം 78 വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ഡെറാഡൂൺ. ചോദ്യം 79 ഓപ്ഷൻ സി ആണ് ആൻസറേ. ചോദ്യം 80 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് 67C. എന്താണ്? ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ സെക്ഷൻ 66E. എന്താണ്? സ്വകാര്യത ലംഘനത്തിനുള്ള ശിക്ഷ സെക്ഷൻ 66F. സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് 81 എയ്തർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദി പോസ്റ്റ്. എന്താണ്? ഓപ്ഷൻ ബി ആം ആണ്. 82 ദ പാസീവ് ഫോം യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെൻറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ ഡോക്യുമെൻറ്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ്. 83 ദേ വെർ നോട്ട് അഷെയിംഡ് ടു ഹഗ് ഈച്ച് അതർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 84 ഗെറ്റ് റെഡി ഫോർ ദി ഡിസെൻറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. 85 ഡി ആണ് ഷീ വിൽ ടേക്ക് അപ്പ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ ടുമാറോ. ഓപ്ഷൻ ഡി. 86 ഓപ്ഷൻ സി. ഏതാണ്? മാനുവർ സ്പെല്ലിങ്. 87 ഇഫ് ഐ ന്യൂ ഹർ അഡ്രസ് ഐ കുഡ് റൈറ്റ് എ ലെറ്റർ ടു ഹർ. ഓപ്ഷൻ സി ആണ് 87. 88 സിനോണിം ഓഫ് സക്കംപ്. ഏതാണ്? ഓപ്ഷൻ സി 1 and 2 ആണ്. ഈൽഡും റെലൻറ്റും. ഓപ്ഷൻ സി ആണ് 88. 89 ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 89. ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ഓൺ ദാറ്റ് ഡേ. ചോദ്യം 90 ദ ഇഡിയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് അവോയ്ഡിംഗ് ദ മെയിൻ ഇഷ്യൂ ആൻഡ് സ്പീക്ക് ഡയറക്ട്ലി. ഏതാണ്? ഓപ്ഷൻ സി ആണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. 90 ഓപ്ഷൻ സി. 91 ഡിലീറ്റഡ് ആണ്. 92 ഡി ഉപസംഹാരം. ഉപക്രമത്തിൻ്റെ വിപരീതം ഉപസംഹാരം. 93 പൂവമ്പ്. ഓപ്ഷൻ ബി പൂ പ്ലസ് അമ്പാണ്. 94 ഓപ്ഷൻ എ നമ്പിയാർ അല്ല സ്ത്രീലിംഗത്തിന് ഉദാഹരണം നങ്ങിയാർ. 95 മഞ്ഞ നർത്തം വരാത്ത പദം. ഓപ്ഷൻ ബി ആണ് തൂലം. 96 താഴെ തന്നിട്ട് വേളയിൽ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ ഡി ആണ് മിടുക്കർ. 97 അമ്പരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം. ഓപ്ഷൻ സി ആണ് വഴി കാണിക്കുക. 98 കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഓപ്ഷൻ എ പിപാസു. 99 10 15 എന്ന പദത്തെ ഘടകങ്ങളാക്കുക. ഓപ്ഷൻ ബി 10 15. ചോദ്യം 100 ടിറ്റ് ഫോർ ടാറ്റ്. ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി. അപ്പം ഫൈനൽ ആൻസർ കീ പെട്ടെന്ന് അറിയണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ആൻസർ മാത്രം വായിച്ചു പോയതാണ്. ഓക്കെ, അപ്പം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വിത്ത് റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.